നമ്മളിനി പോകുന്നത് വയനാട്ടിലേക്കാണ്. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവാ സാന്നിധ്യം. കാൽപ്പാടുകൾ കടുവയുടേതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഈ മേഖലയിലാണ് രാധ എന്ന സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, രാധയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ഇപ്പോഴും കൺമുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഓർമ്മ മായും മുൻപാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ മേഖലയിൽ തിരച്ചിലുണ്ടോ? വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്? നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിത, ഈ പഞ്ചാരക്കൊല്ലിയിൽ നേരത്തെ ഈ കടുവ രാധയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടുന്ന ദൗത്യം നടക്കുന്നതിനിടെ തറാട്ട് റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഒരു വനംവകുപ്പ് വാച്ചറെ കടുവ ആക്രമിച്ച സംഭവം ഉണ്ടായത്. ആ കടുവ പിന്നീട് ചാവുന്ന നിലയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിൽ വീണ്ടും ഒരു കടുവാ സാന്നിധ്യം കൂടി ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ തറാട്ട് റോഡിൽ തന്നെ, അത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. സ്ഥിരമായി കടുവയും പുലിയും ആനയും എല്ലാം തന്നെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇന്ന് രാവിലെ ആളുകൾ നോക്കിയപ്പോൾ ഈ ഇങ്ങനെ പാടുകൾ കണ്ടെത്തിയത്. അത് പരിശോധിച്ച ശേഷം അത് കടുവയെന്ന നാട്ടുകാർക്ക് തന്നെ ബോധ്യമായി. പ്രത്യേകിച്ച് വനവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ തൊട്ടടുത്ത് കഴിയുന്ന ആളുകളാണ്. തോട്ടം പ്രദേശമാണ്. സ്വാഭാവികമായി അവർക്ക് കടുവയുടെ കാൽപാദം കണ്ടാലറിയാം. അവർ അത് കണ്ടു, അത് സ്ഥിരീകരിച്ചു. വനം വകുപ്പിന് വിവരമറിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കടുവ തന്നെ എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായി. അതോടുകൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പിന്നീട് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആളുകളോട് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു തരത്തിൽ ആശങ്കപ്പെടാനില്ല എന്നുള്ള തരത്തിലുള്ള ഒരു അറിയിപ്പ് കൂടി വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും മേഖലയിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രാധയെ കൊലപ്പെടുത്തിയ അനുഭവം നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശങ്കയ്ക്ക് കാരണം. എന്തായാലും ആളുകൾ ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രവിത. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ രാധയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചയൊക്കെ മനസ്സിൽ നിന്ന് മായുന്നതിന് മുൻപാണ് വീണ്ടും അവിടെ കടുവാ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലം മുൻപും, ഈ രാധയുടെ മരണത്തിന് മുൻപും ഒക്കെ പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് പലതവണ നമ്മൾ റിപ്പോർട്ട് നൽകിയതുമാണ്. അപ്പോൾ ആ മേഖലയിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നൊക്കെ നമുക്കിപ്പോൾ ചിന്തിക്കാനാകും. എന്തായാലും ഉടൻ തന്നെ ആ കടുവയെ പിടികൂടാനാകട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത്.